ഡൽഹി മദ്യനയ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ തിരിച്ചുവരവിനുള്ള നീക്കങ്ങളുമായി AIP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തിറങ്ങി. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച ജന്തർ മന്ദറിൽ ആം ആദ്മി പാർട്ടി ജനകീയ റാലി സംഘടിപ്പിക്കുമെന്ന് പാർട്ടി അറിയിച്ചു. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന മെഗാ റാലിയെ BJPക്കെതിരായ യുദ്ധപ്രഖ്യാപനമായി പാർട്ടി കണക്കാക്കുന്നു. കോടതി വിധി വന്നതിന് പിന്നാലെ ഡൽഹിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും വെല്ലുവിളിച്ച കേജ്രിവാളിന്റെ പ്രസ്താവന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. തിരിച്ചുവരവിനുള്ള തുടർ നീക്കങ്ങൾ എന്താകുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഡൽഹി റോസ് അവന്യൂ കോടതി വെള്ളിയാഴ്ച കേജ്രിവാളിനെയും സിസോദിയെയും കുറ്റവിമുക്തനാക്കിയത് കേസിലെ നിർണായക വഴിത്തിരിവായി. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയതിനോ കുറ്റം ചെയ്തതിനോ തെളിവുകളില്ലെന്ന് കോടതി കണ്ടെത്തി. അന്വേഷണം നടത്തിയ CBIക്കെതിരെ രൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചു. 2021 നവംബറിൽ നടപ്പിലാക്കിയ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെ അഴിമതി നടന്നെന്നായിരുന്നു പ്രധാന ആരോപണം. മദ്യ കമ്പനികൾക്ക് നൽകിയ ഇളവുകൾ വഴി ലഭിച്ച കമ്മീഷൻ തുക പാർട്ടി ഉപയോഗിച്ചുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച കേസാണ് ഇത്. നേരിട്ട് പണം വാങ്ങിയെന്നും സിസോദിയ ഇടനിലക്കാരനായി നിന്നുവെന്നുമായിരുന്നു BJPയുടെ ആരോപണം. ആ വിവാദം ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് കനത്ത തിരിച്ചടിയായിരുന്നെങ്കിലും ഇപ്പോഴത്തെ കോടതി വിധി കേജ്രിവാളിന് തിരിച്ചുവരവിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.